മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. പ്രിലിമിനറി എക്സാമിന് കൺഫർമേഷൻ നൽകുന്നതിന് PSC ഒരു വലിയ മാറ്റം വരുത്തിയിരിക്കുന്നു. എന്താണ് ആ മാറ്റം? എങ്ങനെയാണ് നമ്മൾ ഫോണിലൂടെ കൺഫർമേഷൻ നൽകുക? അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ വിശദീകരിക്കുന്ന ഈ വീഡിയോ ആണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനു മുമ്പായി ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. അവസാന ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകും. മൊബൈൽ വഴി PSC പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകുന്നതിനായി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ ക്രോം ബ്രൗസറാണ്. അതിനായി മൊബൈലിൽ നിന്നും നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ PSC തുളസി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് വരുന്ന ലോഗിൻ പേജിൽ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ടൈപ്പ് ചെയ്യുക. ലോഗിൻ ടൈമിൽ വരുന്ന കോഡ് കൃത്യമായി നൽകിയ ശേഷം ലോഗിൻ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. തുടർന്ന് വരുന്ന ഹോം പേജിൽ കൺഫർമേഷൻ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഏതൊക്കെ തസ്തികയിലേക്കാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. തുടർന്ന് വരുന്ന പേജിൻ്റെ വലതുവശത്തായി കൺഫേം നൗ എന്നൊരു ഓപ്ഷൻ കാണാനാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. പച്ച നിറത്തിൽ ടിക്ക് മാർക്ക് കാണുന്നത് ഞാൻ മുമ്പ് കൺഫർമേഷൻ നൽകിയത് കൊണ്ടാണ്. ഇന്ന് നമ്മൾക്ക് LDCക്ക് അല്ലെങ്കിൽ LGSന് കൺഫർമേഷൻ കൊടുത്തു നോക്കാം. അതിനായി കൺഫേം നൗ കൊടുക്കാം. അപ്പോൾ വരുന്ന വിൻസോയിൽ PSC പറഞ്ഞിരിക്കുന്നത് നോക്കുക. If you are not sure for writing the examination, do not submit confirmation. Remaining absent after existing option of confirmation will result in blocking of your profile. എക്സാം എഴുതാമെന്നുണ്ടെങ്കിൽ മാത്രമേ കൺഫർമേഷൻ നൽകാനാവൂ. അല്ലാതെ കൺഫർമേഷൻ നൽകിയിട്ട് ആബ്സെൻ്റ് ആയാൽ പിന്നീടുള്ള കൺഫർമേഷൻ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷ എഴുതണം എന്നുള്ളവർ മാത്രം കൺഫർമേഷൻ നൽകുക. അതിന് താഴെയായി 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. എക്സാമിനേഷൻ ഡിസ്ട്രിക്ട്, എക്സാമിനേഷൻ താലൂക്ക്, ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സാം ഡിസ്ട്രിക്റ്റ് ആണ്. ഹോം ഡിസ്ട്രിക്ട് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വന്തം ഡിസ്ട്രിക്ട് തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്. താലൂക്കും നൽകുക. പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പർ മലയാളം തിരഞ്ഞെടുക്കുക. ശേഷം സെൻഡ് OTP കൊടുക്കുക. OTP മൊബൈലിലേക്ക് വരണോ എന്ന് ഒരു ഡയലോഗ് ബോക്സ് ആവും. അത് ഓക്കെ കൊടുക്കുക. അല്പനേരം വെയിറ്റ് ചെയ്യുക. സെർവർ ഡൗൺ ആണെങ്കിൽ അല്പം താമസമുണ്ടാവും. നമ്മൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കോ ഇമെയിലിലേക്കോ OTP വരുന്നതായിരിക്കും. നമ്മുടെ OTP എത്തിയിട്ടുണ്ട്. അത് തെറ്റാതെ ഇതുപോലങ്ങ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ക്ലിക്ക് ഹിയർ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഞാൻ എക്സാം എഴുതാൻ തയ്യാറാണെന്ന ഓപ്ഷൻ ടിക്ക് നൽകിയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്നുറപ്പിച്ചതിന് ശേഷം സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കുക. ഏത് പരീക്ഷ എഴുതാനുള്ള കാറ്റഗറി നമ്പറാണോ കൺഫർമേഷൻ കൊടുത്തത് അത് ശരിയാണോ എന്ന് നോക്കി ഓക്കെ കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ കൺഫർമേഷൻ സക്സസ് എന്ന മെസ്സേജ് കാണുന്നതായിരിക്കും. കൂടാതെ വലതുവശത്ത് ടിക്ക് മാർക്കോടുകൂടി പച്ച നിറത്തിൽ റിസീവ്ഡ് എന്നും കാണാൻ കഴിയുന്നതായിരിക്കും. ഒരു കാര്യം കൂടിയുണ്ട്, പോവരുതേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണിത്. ഇതിൽ കാണുന്ന ഓരോന്നിനും നമ്മൾ പ്രത്യേകം കൺഫർമേഷൻ നൽകേണ്ടതാണ്. അത് ആരും മറന്നു പോകരുത്. ആർക്കെങ്കിലും കൺഫർമേഷൻ OTP കിട്ടാതെ വരികയോ ചെയ്യാൻ പറ്റാതെ വരികയോ ആണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ മൊബൈലിൽ നിന്നും എങ്ങനെ PSCക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ വരുന്നുണ്ട്. പലർക്കും ക്രോമിൽ നിന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും കാണുക. എല്ലാവർക്കും നന്നായി എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ദിസ് ഈസ് അമ്മു ഫ്രം C Media. ബൈ.